ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്ക് മീൻ തോരൻ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്കിന്നിവിടെ കുറച്ച് ചൂടമീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കായംകുളം ഭാഗത്തൊക്കെ ഇതിന് ചൂടയെന്ന് പറയും, ചിലയിടത്ത് നത്തോലി, ചിലയിടത്ത് കൊഴുവ, അങ്ങനെ പല രീതിയിലാണ് പറയുന്നത്. നമ്മളിവിടെ ചൂടയെന്ന് പറയും. അപ്പോൾ ചൂട തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചെറിയ ഉള്ളി, അത് കുറച്ചധികം വേണം, ഒരു 10-12 എണ്ണം വേണം ചെറിയ ഉള്ളി. പിന്നീട് കുറച്ചധികം പച്ചമുളക്, ഇഞ്ചി, കുടംപുളി, 1 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ, ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടത്തിലൊന്ന് ചതച്ചെടുക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. നമ്മളിവിടെ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് മാറ്റാം. ഇതിലേക്ക് തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുടംപുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ഇടാൻ. പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരിമുളക് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. കാന്താരിമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വീണ്ടും ഇത്തിരി വെള്ളം, മീൻ വേകാൻ മാത്രം പാകത്തിന് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് അത് അടുപ്പിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ തോരൻ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുക. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കുന്നത്. അത് നമ്മുടെ തവിയുണ്ട്, തവിയുടെ അടിവശം വെച്ചിട്ട് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നും കൂടെ ഒന്ന് വേഗം. ഇഷ്ടമായ മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.